Welcome back to our YouTube channel, Starry Sisters. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വ്ലോഗിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയുന്നത് പറഞ്ഞോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വ്ലോഗിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ എന്താ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത്, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈം തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റാറ്റസ് ഇടാനാണെങ്കിലും കോമഡി റീൽസ് ആയിക്കോട്ടെ, അല്ലാതെ ഈ റൊമാൻറ്റിക് റീൽസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള റീൽസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്ത് അന്ന് പബ്ലിക് അല്ലായിരുന്നു, പ്രൈവറ്റ് ആയിട്ട് അതൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഡബ് സ്മാഷ്, പിന്നെ നമ്മൾ ഫോണിൽ തന്നെ ചില വോയിസ് ഓൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ റീമേക്ക് ഒക്കെ ചെയ്തിട്ട് അതൊക്കെ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ റീൽ എടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ഈ യൂട്യൂബ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് റീസൺ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തെന്നായിരുന്നു 2019 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, സെപ്റ്റംബർ 30. അപ്പോൾ ഞങ്ങൾ അതിൽ ചുമ്മാ കോഡ്സും കാര്യങ്ങളും പിന്നെ എന്തോ സിനിമ പാട്ടിൻ്റെ എന്തോ ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത, പിന്നെ ലാലേട്ടൻ്റെ എന്തോ ഒരു വീഡിയോ അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്തോണ്ട്. അന്ന് യൂട്യൂബ് എന്താന്ന് പോലും അറിഞ്ഞൂടാ, അന്ന് അതിന് റവന്യൂ കിട്ടുമെന്ന് ഒന്നും അറിയത്തില്ല, ചുമ്മാ കിട്ടും. കുറെ ചാനൽസും കാര്യങ്ങളും കാണുമ്പോ അപ്പൊ ഞങ്ങൾക്കൊരു ഇത് എങ്ങനെയാന്ന് പിന്നെ അങ്ങ് വിട്ട് അത് ആ ഒരു മൈൻഡിൽ പോലും അതില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എവിടെ പോലും സ്റ്റോറി, സ്റ്റാറ്റസ് അതൊക്കെ ഞങ്ങളിങ്ങനെ ട്രെയിൻ പോലെ ഞങ്ങളിങ്ങനെ ഇടും. പിന്നെ പോസ്റ്റേഴ്സ് ആണെങ്കിലും മിക്ക പോസ്റ്റും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഇടാറുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച എന്തുകൊണ്ട് നമുക്ക് എന്നാൽ യൂട്യൂബും കൂടെ നോക്കിക്കൂടാ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് നിങ്ങൾ എന്തായാലും ഇങ്ങനെ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഇടുന്നോണ്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് വ്ലോഗായിട്ട് ഇട്ടതാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്തായാലും ഈ യൂട്യൂബിലും ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു അതിലെ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ രീതിയിൽ എമൗണ്ടും കാര്യങ്ങളും കിട്ടുമല്ലോ. അപ്പം ഞങ്ങളും ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിചാരിച്ച് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാം, അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിലും വലിയ കോമഡി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞപ്പം ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പരിസരത്തോട്ട് പോലും തിരിഞ്ഞ് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുക ഞങ്ങൾ എല്ലാ ദിവസവും ചുമ്മാ ഒരൊറ്റ വീഡിയോ എല്ലാം ഷോർട്സ് എന്തെങ്കിലും ഇട്ടാലായി, ജസ്റ്റ് ഒന്ന് യൂട്യൂബിനെ കാണിക്കാൻ വേണ്ടി എന്നുള്ള രീതി പോലെ, മീൻസ് നമ്മളങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് അല്ലാതെ ചുമ്മാ കിട്ടും. അങ്ങനെ ഇട്ട ഒരു സമയത്ത് നമ്മളുടെ ഒരു വീഡിയോ വെറുതെ ഇട്ടൊരു വീഡിയോ രാത്രി 2 മണിയൊക്കെ ചുമ്മാ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇട്ടു. രാത്രി ഒരു 2 മണി 3 മണി ആയ സമയമാണെന്ന് തോന്നുന്നു ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ചുമ്മാ വെറുതെ ഒരു വീഡിയോ, ഒരു പാട്ട് വിട്ടാണ് അപ്ലോഡ് ചെയ്ത്. വെറുതെ നോക്കാൻ തന്നെ നമ്മുടെ ഇങ്ങനെ ഇമെയിൽസിൽ ഇങ്ങനെ കുറേ മെസ്സേജ് വരുന്നു. അപ്പം എന്താ ഐഡിയ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അപ്പം നോക്കിയപ്പം അതിന് ഏകദേശം 13,000 വ്യൂവേഴ്സും ഒരു 22ന്റെ മേളിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഞെട്ടിപ്പോയി. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് എന്നാൽ സ്റ്റാർട്ട് ചെയ്താലോ. അതാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങാനുള്ള ഒരു മെയിൻ റീസൺ. അതായത് ആ ഒരു വീഡിയോ ആയിരുന്നു ഇനിയും ഇടണം എന്നുള്ളതിനൊരു പ്രചോദനം പോലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വീഡിയോ. ആദ്യമേ ഉണ്ടെങ്കിൽ പോലും ഇത് കൊള്ളാം, ഇതിൽ ഇറങ്ങാം എന്നൊരു തോട്ട് മൈൻഡിൽ വന്നത് അവിടെ മുതല. മറ്റേത് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇടുന്നു അങ്ങനെ ഉള്ളൂ. പക്ഷെ ഒരു സീരിയസ് ആയിട്ട് അതിലോട്ട് ഇറങ്ങാമെന്ന് തോന്നിയത് ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ വീഡിയോ. പിന്നെ ഞങ്ങളിവിടെ പാട്ട് വെച്ചിട്ടില്ല, വല്ല കോപ്പിറൈറ്റ് വന്നാലോ എന്ന് വെച്ച്. ഞങ്ങൾ മറന്നു പോകാതിരിക്കാൻ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങള് പിന്നെ ഞങ്ങളുടെ പേര്, യൂട്യൂബിന്റെ പേരിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റാറി സിസ്റ്റേഴ്സ്. ഞങ്ങൾ ആദ്യം സ്റ്റാറി സിസ്റ്റേഴ്സ് പേര് കൊടുത്തത് ഇൻസ്റ്റ അക്കൗണ്ടിനായിരുന്നു. ഇൻസ്റ്റയിൽ ഞങ്ങൾ പക്ഷെ അതിലൊരു കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് ഒക്കെ പണ്ടിടുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇടുന്നത് ഭയങ്കര കുറഞ്ഞു. ടൈമിൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അതിലെ കൺസിസ്റ്റൻസി ഒക്കെ പോയിരുന്നു. പിന്നെ അതിനുശേഷം യൂട്യൂബിൽ ഞങ്ങൾ ആ ഒരു പേരിട്ടാണ് തുടങ്ങിയൊക്കെ ചെയ്തത്. പക്ഷെ എങ്കിലും കണ്ടിന്യൂസ് അല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് സ്റ്റാറി സിസ്റ്റേഴ്സ് എന്ന് പേരിട്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെയും സ്റ്റാർട്ടിങ് ലെറ്റർ എസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ എസ് അങ്ങനെ വരുന്ന എന്തെങ്കിലും വേണം. ഇങ്ങനെ കുറേ നോക്കി, അപ്പോൾ സിസ്റ്റേഴ്സ് ആണെന്നുള്ളത് വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കിയപ്പോൾ എന്തുകൊണ്ട് സ്റ്റാറി സിസ്റ്റേഴ്സ് ആയിക്കൂടാ, ചുമ്മാ ഒരു കാര്യമില്ല, വെറുതെ അന്നങ്ങ് തോന്നിയിട്ടൊരു പേരാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങ് പേരിട്ട് സ്റ്റാറി സിസ്റ്റേഴ്സ്.
അതിനുശേഷം ഞങ്ങൾ പിന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഞങ്ങളുടെ ഫാമിലി ഈ യൂട്യൂബിൽ എന്തൊക്കെ ഞങ്ങൾ പ്രൊമോ മാതിരി രീതിയിൽ എന്തൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് ഫാമിലി വ്ളോഗ്സ്, പിന്നെ ട്രാവൽ ചെയ്യുന്നത്, ബ്യൂട്ടി വ്ളോഗ്സ്, കുക്കിംഗ്, അങ്ങനത്തെ ഒരു എല്ലാം കൂടെ ഒരു ചേർന്നിട്ടുള്ള ഇതായിട്ടാണ് ഞങ്ങളുടെ മൈൻഡിലും തോന്നിയത്. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കുറച്ച് എന്തെങ്കിലും റീൽസ്, പിന്നെ മമ്മി കുക്ക് ചെയ്ത് നമുക്ക് വീഡിയോ അയച്ചു തരും. അപ്പൊ അതനുസരിച്ച് എഡിറ്റ് ചെയ്ത് എങ്കിലും അവർ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു. കുറേശ്ശെ ഇങ്ങനെ ഇടുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അറിയുന്ന ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ കൊടുത്തു സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ. തുടക്കത്തിൽ നമ്മളെല്ലാവരും അങ്ങനെ എനിക്കൊരു ചാനൽ എടുക്കുമ്പോൾ ഞങ്ങൾ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പേരോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കൊരു ചാനലുണ്ട്, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കുറെ പേര് ഫ്രണ്ട്സ് ആയിരുന്നാലും ഫാമിലി ആണെങ്കിലും കുറേ പേര് അതിനൊക്കെ കണ്ട് സപ്പോർട്ടായിരുന്നു. അവരെല്ലാവർക്കും ഷെയറും കൊടുത്തു. ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. ഫ്രണ്ട്സൊക്കെ സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പതിയെ വീഡിയോ ആണ് ഇടാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾക്കും ആദ്യം കയറിയ സമയത്ത് എങ്ങനെയാണ് യൂട്യൂബ്, എന്താണ് യൂട്യൂബ് എന്നൊരു ഐഡിയയും കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആൾക്കാർ ചെയ്ത വീഡിയോസ് അതൊക്കെ ഇങ്ങനെ ഓരോ കോണ്ടന്റും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓരോ ഇഷ്യൂസും കാര്യങ്ങളും, കോപ്പിറൈറ്റ് അങ്ങനെയൊക്കെയുള്ളത് ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ വേറെ വീഡിയോസ് ഒക്കെ കണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു തുടങ്ങി. ഇപ്പോഴും പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല, എങ്കിലും നമ്മളിങ്ങനെ ഇതായിട്ട് പിന്നെ എത്രയാകുമ്പോഴാണ് നമുക്ക് റവന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം ഇങ്ങനെ ഓരോന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ തന്നെ ഒരു ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സ്. ആദ്യം 500 ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 1000. ഇപ്പം 500 ഒക്കെ ആയത് കുറച്ച് ടൈം എടുത്തായിരുന്നു. പക്ഷെ 500 1000 ആയതൊരു ഭയങ്കര പെട്ടെന്നൊരു ജേണിയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെറുതായിട്ട് വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾക്കൊരു നമ്മുടെ ഒരു പ്രൊമോ പോലെ ആദ്യം പ്രൊമോ ആയിരുന്നു നമ്മൾ സെറ്റാക്കിയത്. അതായത് ഇങ്ങനെ ടൈറ്റിൽ പോലെ ഇങ്ങനെ വരുന്ന ചെറിയൊരു വീഡിയോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രൊഫൈൽ പിക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അതൊക്കെ ചേഞ്ച് ആയി. ആദ്യം വേറെ ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ബാക്കിൽ നമുക്ക് കവർ പോലെ വരുന്ന ഒരു കവർ നമ്മൾ സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ ആർക്കായാലും കുറേ ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഒരു തീം സോങ് പോലെ അത് നീ പറഞ്ഞോ. അപ്പം അവർക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഞങ്ങൾക്ക് അതുപോലെ ഒരു ആഗ്രഹം തോന്നി, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സോങ് കേട്ട് തുടങ്ങിക്കൂടാ. അങ്ങനെ ഞങ്ങളൊരു പാട്ട് ക്രിയേറ്റ് ചെയ്തു. അത് ഞങ്ങൾ തന്നെ പാടി. ഏതോ ഒരു ആപ്പ് ഇങ്ങനെ കമ്പോസിംഗ് എന്തോ കണ്ടിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയ ഒരു ആപ്പ് അങ്ങ് എടുത്ത് ചുമ്മാ ഒരു കൗതുകത്തിന് ബീറ്റൊക്കെ കൂട്ടി കുറച്ച് എന്തൊക്കെയോ ചെയ്ത് അപ്പം കുറേ ഇങ്ങനെ ഇട്ട് നോക്കി, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോൾ പിന്നെ കുറച്ചും തരക്കേടില്ലെന്ന് പറഞ്ഞൊന്ന് തോന്നി. നമുക്ക് തരക്കേടില്ലെന്ന് കേട്ടോ, കേൾക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ പക്ഷെ ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് പറഞ്ഞു ആ സോങ് കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷെ അത് കണ്ടുപിടിച്ചിട്ടുള്ളവര് ആദ്യത്തെ ഞങ്ങളത് പറഞ്ഞില്ല നമ്മൾ പാടിയതാണോ. പിന്നെ നമ്മള് മിണ്ടയായിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും നമ്മുടെ സൗണ്ട്. അങ്ങനെ എടുത്തൊരു പാട്ടാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ. ഞങ്ങളുടെ പേരും കൂടെ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ ആ പാട്ട് ഞങ്ങള് ഇതിലൊന്ന് ആഡ് ചെയ്യാം. അത് നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ഗാനമാണ്, വളരെ മനോഹരമായ ഒരു ഗാനം. അതെ, കേൾക്കാത്തതുണ്ടെങ്കിൽ കേൾക്കാം. കേട്ട് കഴിഞ്ഞിട്ട് സാധനം ക്ഷമിക്കുക. ഓക്കെ, ഞങ്ങളൊരു സന്തോഷം എടുത്തൊരു സോങ് പോലെ ഞങ്ങളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാര്യം എന്താന്ന് പറഞ്ഞു, പിന്നെ നമ്മുടെ നെയിമിനെ പറ്റി പറഞ്ഞു, പിന്നെ ഈ ബുക്ക് ഉണ്ടല്ലോ, ഇതിനാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം അതെല്ലാം എഴുതി വെക്കും. കാരണം വയസ്സ് വളരെയധികം കൂടുന്നത് കൊണ്ട്, നല്ല മെമ്മറി ആയതുകൊണ്ടും മറന്നു വരുന്ന വരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ പോയിന്റ്സ് നമ്മൾ എഴുതി വെക്കാറുണ്ട്. പിന്നെ മാത്രമല്ല ചില പോയിന്റ്സ് ഇപ്പം ഞങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിക്കും എന്ത് കണ്ടന്റ് നമ്മൾ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ സമയം കിട്ടുന്ന അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഓരോ കണ്ടന്റ് എടുക്കും. എന്നിട്ട് ചിലത് ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തായിരിക്കും നമുക്ക് ഓരോ ഐഡിയ കിട്ടുന്നത്. പിന്നെ ചിലപ്പോൾ മറന്നു പോകും, അല്ലെങ്കിൽ പിന്നെ ലാപ്പിലോ അല്ലെങ്കിൽ മെസ്സേജ് എന്തെങ്കിലും ഞങ്ങൾ അയച്ചിടും. അങ്ങനെയൊക്കെയാണ് പൊതുവെ. പിന്നെ ആദ്യം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഫാമിലീസ് മാത്രവും ഫ്രണ്ട്സ് മാത്രം അറിയാവുന്നവർ മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പം നമുക്ക് അല്ലാതെ കുറച്ച് പേര്, അധികം നല്ല കുറച്ച് പേരുണ്ട്, എങ്കിലും നമുക്കത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് കേട്ടോ. ഇപ്പം നമുക്ക് റീസെന്റ് നമ്മുടെ സജഷൻസ് അതുപോലെ തന്നെ 1060
സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ വീഡിയോ കണ്ട് വരുന്നവരാണ്. കുറച്ച് പേര് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ സജഷൻ വരും, അതുപോലെ നമുക്ക് മെസ്സേജ് ഒക്കെ വരാറുണ്ട്, ആരാണിതിൽ. ഇപ്പോഴും അറിയത്തില്ല ആരാണിതിൽ എന്നുള്ളത്, ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലാതെ എന്താ പറയുക. എത്ര ഞങ്ങളുടെ മീൻസ് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തോളം ഞങ്ങളുടെ പല ഫ്രണ്ട്സും ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലരും വന്നിട്ട് ചോദിക്കാറുണ്ട്, വീഡിയോസ് നല്ലതെന്ന് പറയാറുണ്ട്. അങ്ങനെ ഓരോ കണ്ടന്റ്സ് ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയ ടൈമിൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇടയ്ക്ക് പപ്പയും മമ്മിയായിട്ട് അല്ലെങ്കിൽ അവരെയും കൂടെ ഫ്രീ ആവുന്ന സമയത്ത് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാമെന്ന്. അവർക്ക് ഓൾറെഡി ഇഷ്ടമാണ്, പണ്ട് മുതലേ വീഡിയോസും കാര്യങ്ങളും ഞങ്ങളോട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം ഇത് ചെയ്തപ്പോൾ ഞാനും ഇവള് മാത്രമാണ് ഞങ്ങളുടെ റീൽസ്, കോമഡി റീൽസ്, പിന്നെ ഞങ്ങളുടെ എന്തെങ്കിലും ട്രാവലിങ്, ട്രാൻസിഷൻ, കുക്കിംഗ് അതൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ മമ്മി ഞങ്ങൾക്ക് കുക്ക് ചെയ്യുന്നതിന്റെ വീഡിയോസ് അയച്ചു തരും, ഞങ്ങളത് വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഒരു രീതിയിലായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന കുക്കിംഗ് പക്ഷെ ഞങ്ങൾ അത് ഇട്ടിട്ടില്ല, മമ്മി എന്തെങ്കിലും അയച്ചു തരുന്ന അതായിരുന്നു. പിന്നെ അതിനുശേഷം മമ്മി ഞങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ വീഡിയോസ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഫ്രീ ആകുമ്പോൾ ഇവരെയും കൂടെ ഇൻക്ലൂഡ് ആയിക്കൂടുന്നത്. അങ്ങനെയാണ് പപ്പയും മമ്മിയായിട്ട് പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതും എല്ലാം. പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസും ഡാൻസ് ചെയ്യാനാണെങ്കിലും കോമഡി സീൻസ്. ഇപ്പൊ ഞങ്ങൾ റീസെന്റ് ആയിട്ട് ഇട്ടേക്കുന്ന ടൈപ്പ് വീഡിയോസും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു കാര്യവും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. അപ്പം ഇപ്പൊ ഞാൻ എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ അവളും കാണും, അവളുണ്ടെങ്കിൽ ഞാനും കാണും. രണ്ടുപേരും ഇറങ്ങി നിൽക്കുവാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെ അവളുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട വേറെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾ രണ്ടുപേരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസ്മരിക സപ്പോർട്ടാണ്. മാസ്മരിക വേർഡ് എന്താ ഭയങ്കര, പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം അവൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും, അതുപോലെ എനിക്കാണേലും അവൾ ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊന്നും അല്ല പറയണ്ട, എന്തോ ഈ ഭയങ്കര എന്തോ ഒരു കണക്ഷനാണ്. എങ്ങനെ വന്ന് വിട്ടെന്ന് എനിക്ക് അറിയാം. ഞങ്ങളപ്പം ചിന്തിക്കുന്നതായിക്കോട്ടെ ഭയങ്കര സിമിലർ ആയിരിക്കും. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അവൾ ഓൾറെഡി ചിലപ്പോൾ പറയുമായിരിക്കും. വിട്ടിട്ടുണ്ട് പല സമയത്തും, അത് ഇഷ്ടംപോലെ സിറ്റുവേഷൻസ്. അതേപോലെ ഇവൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോരോ നോർമലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് അവള് പറഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങളുടേത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മെയിനായിട്ടൊരു സപ്പോർട്ടായിട്ടിരിക്കുമ്പം വേറെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഇതാവത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടും എല്ലാം കൂടെയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടാക്കിയതും. അങ്ങനെ സ്റ്റാർട്ടായപ്പം ഇത്ര ഇങ്ങനൊരു സന്തോഷമായി നിൽക്കുന്നു. ഇനി മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം ഞങ്ങൾക്കും. അതെ, അതുപോലെ നിങ്ങളുടെ വീഡിയോസൊക്കെ. ഓക്കെ. അപ്പം ഞങ്ങൾ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയാണ് ഇപ്പം കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഓർത്ത് പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും, സ്വാഭാവികം. പിന്നെ പറയാനുള്ള കാര്യം, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെങ്ങനെ യൂട്യൂബ് അവർക്കും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ബേസിക് കാര്യം മടി, ഒരു ചമ്മൽ. ഈ പറഞ്ഞ ഞങ്ങൾക്കും അതുണ്ടായിരുന്നു. അതേപോലെ ഫോൺ വോയിസ് കുക്കിങ്ങില് ഞങ്ങളുടെ ഫേസ് ഇല്ലായിരുന്നു, എന്നിട്ട് പോലും ഞങ്ങൾ വോയിസ് ഇടുന്നതായിരുന്നു ആദ്യം കുക്കിങ്ങില്. എന്നിട്ട് നമുക്കങ്ങ് ഒരു ശീലമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും. അപ്പൊ ഞങ്ങൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച ഇറങ്ങി തിരിച്ചല്ലേ നോക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറെ പേര് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കുക്കിംഗ്, ഞങ്ങൾ ആദ്യം വെറുതെ മ്യൂസിക് ഇട്ടിടുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വോയിസ് ഓവർ ചെയ്ത് പറയുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഗീ റൈസ് എടുത്തത്. പിന്നെ ഞങ്ങളുടെ ഈ ബാഗിൽ കാണുന്ന ഇലകളില്ലേ, അത് ഞങ്ങള് ഓൺലൈനിൽ വാങ്ങിയാണ്. കുറെ പേര് നല്ലതാണ് അത് പറഞ്ഞിട്ടുണ്ടായി. അതായത് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മാറിയപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ഞങ്ങൾ മറ്റേ സാരി ഉടുത്തൊക്കെ കുറച്ച് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ പേര് പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ നല്ല രസമുണ്ടെന്ന്. അപ്പൊ അതിന് താങ്ക് യു. പിന്നെ അതിനുശേഷം കുറേ നല്ല സജഷൻസ് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും കസിൻസ്, അതേപോലെ തന്നെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ കമൻസ് പറയുന്നവരുണ്ട്, സജഷൻസ് പറയുന്നവരുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോസും കണ്ടന്റും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പറയുമ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ എഫോർട്ട് ഇട്ട് ഞങ്ങളും അത് ചെയ്യാൻ ശ്രമിക്കും. പിന്നെന്താ, സുഖമാണ് എല്ലാവർക്കും. അപ്പൊ പലർക്കും ഒരു ധാരണയുണ്ട്. നമ്മളിപ്പം ചിലവർക്ക് ഇപ്പം പെട്ടെന്നായത് കണക്ക് എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പം നമ്മളെ കാര്യം ചിലർ നമ്മളടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ പൈസ കിട്ടി തുടങ്ങിയോ. അപ്പം അങ്ങനെ ഒരു പെട്ടെന്ന് കിട്ടുന്നതല്ല, കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളുണ്ട്. ഇത്രയും വാച്ചവേഴ്സും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് പൈസയും കാര്യങ്ങളും എന്തോ അതിനും കിട്ടിത്തുടങ്ങും. പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവണമെന്നില്ല. പലർക്കും പല രീതിയിലാണ്. ചിലവർക്ക് 2 months, ചിലവർക്ക് ഇയേഴ്സ് എടുത്താണ് ആവുന്നത്. ഓരോരുത്തരുടെ ഒരു ഇതുപോലെ ഇരിക്കും. ചിലപ്പം പെട്ടെന്ന് ക്ലിക്ക് ആവും. അങ്ങനെയൊക്കെ ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇത് പുറമേ നിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര എളുപ്പ പരിപാടിയായിട്ട് എന്താ യൂട്യൂബിൽ വീഡിയോ ഇടുക. ഇതിൻ്റെ അകത്തോട്ട് കയറിയത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കുറേ പരിപാടിയുണ്ട്, എഡിറ്റ് ചെയ്യുന്നതാണേലും പാട്ടിൻ്റെ ആണേലും. പിന്നെ കുറേ പേര് അതേപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്നൊരു കാര്യം, എന്താണ് സ്ഥിരം സെയിം പാട്ടെന്ന്. ട്രെൻഡിങ് പാട്ടിട്ടാലേ അത് അത്ര മാത്രം ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത്ര ഒരു റീച്ച് കിട്ടും. അതുകൊണ്ടാണ് ആ സോങ് അങ്ങനെ ഇപ്പം ടൈമും കാര്യങ്ങളും അനുസരിച്ചിരിക്കും. മാത്രമല്ല എല്ലാവരും പറയുന്ന യൂട്യൂബ് അത് ചെയ്ത് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതില്ല. പക്ഷേ അതിൽ എടുക്കുന്ന എഫേർട്ട്, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നോക്കാം. മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, നോക്കാം. ഓക്കെ. അപ്പം യൂട്യൂബിനെ പറ്റി പറയുകയാണെങ്കിൽ പലരും പറയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവും, അങ്ങനെ കുറേ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു കണ്ടന്റ് പിടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നാവും. പക്ഷെ അതൊക്കെ വെറുതെ അവരവരുടെ ചാനലിൽ റീച്ച് ആവുന്ന കുറച്ച് കണ്ടന്റ്സ് കാണും, അതനുസരിച്ച് നമുക്ക് കയറും. നമ്മൾക്കത് ഇട്ടിട്ട് കുറച്ചായാലും നമുക്കത് മനസ്സിലാകത്തുള്ളൂ ഏത് കണ്ടന്റാണ് എന്നുള്ളതൊക്കെ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെന്താ, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എളുപ്പപ്പണിയായിട്ട് പലരും കാണുന്നത്. പക്ഷെ അല്ല, കുറച്ച് പാടേറിയ ഇതും ഒരു 9 to 6 ഒക്കെ ജോബ് പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്താലേ നമുക്കൊരു എഫേർട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു റീച്ച് അതിന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം മാക്സിമം നമ്മൾ ഉള്ള സമയത്തിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട്, ഓരോ കണ്ടന്റ് ഇടുന്നുണ്ട്. ചിലപ്പോൾ സജഷൻസ് പറയാം. ചില ദിവസങ്ങളിൽ ചില വീഡിയോസ് ഇടാൻ പറ്റത്തില്ല, ടൈമില്ലെങ്കിൽ അങ്ങനെയൊക്കെ. തമ്പനയിൽസ് പിന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിൽസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒന്നും കൂടെ ആൾക്കാർ നമ്മുടെ കവറും തമ്പനയിൽ കണ്ടിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്യാനൊരു സാധ്യതയുണ്ട്. അത് നല്ലൊരു ക്യാച്ച് ആയിട്ടുള്ളതാണെങ്കിൽ ഓപ്പൺ ആയിക്കോളും. പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണ്, തമ്പനയിൽസ് എഡിറ്റ് ചെയ്യുന്നത് ഏതിലാണ്, പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാതെ മ്യൂസിക്കുകൾ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ പറ്റി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ബൈ, ഗുഡ് നൈറ്റ്.